കഴക്കൂട്ടം ചെങ്കോട്ടുകോണത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്നും നായകളെ മാറ്റുന്നതിനുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചു. മുഴുവൻ നായകളെയും നഗരസഭയുടെ കീഴിലുള്ള ഷെൽട്ടറുകളിലേക്ക് മാറ്റും. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും വരുന്നത്. പ്രതികരണമുണ്ട് അതിലേക്ക്. പരമാവധി നായ്ക്കളെ ABC സെൻറ്ററിലേക്ക് മാറ്റുകയാണ്. അവിടെ കൊണ്ടുപോയി ABC നടത്തി വാക്സിൻ കൊടുത്ത് മറ്റു മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റും. ഇന്നലെ 50 നായ്ക്കളെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച 50 നായ്ക്കളെ ഞങ്ങൾ ശാസ്ത്രീയമായി സജ്ജീകരിച്ച ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നായ്ക്കളെയൊക്കെ തന്നെ ഷെൽട്ടറിലേക്ക് മാറ്റും. അങ്ങനെ കൂടുതൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവുനായ് ശല്യം പൂർണ്ണമായും പരിഹരിക്കുവാനുള്ള വളരെ വലിയൊരു പരിശ്രമത്തിലാണ് ഞങ്ങളുടെ ഹെൽത്ത് ടീമൊക്കെ. പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് ഇപ്പോൾ നഗരസഭ പാലിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ദുലേഖ രേണു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഇന്ദുലേഖ, ഈ പരിസരവാസിയുടെ ബുദ്ധിമുട്ടുകളടക്കം ഇത്രയധികം നായകളെ അവിടെ കൊണ്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അടക്കം തുറന്നു കാട്ടിയാണ് നമ്മൾ മാതൃഭൂമി ന്യൂസ് വാർത്ത ചെയ്തത്. ആ വാർത്തയ്ക്ക് പിന്നാലെ എടുത്തു പറയേണ്ട കാര്യം, നഗരസഭയുടെ മേയർ VV രാജേഷ് തക്ക സമയത്ത് തന്നെ ഇടപെട്ടു, ഒരു ഉറപ്പ് നൽകുകയും അതിൻ്റെ പരുവപ്പെട്ട സമയത്തേക്ക് ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. അധികം വൈകാതെ തന്നെ തീരുമാനം വരികയാണ്. എന്തൊക്കെ ഈ നടപടികൾ ആരംഭിച്ചോ? ഷെൽട്ടറിലേക്ക് നായകളെ മാറ്റുന്നതിലേക്കുള്ള എന്ത് നീക്കമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥ യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. കാരണം 70ഓളം നായ്ക്കൾ ഒരു വീടിൻ്റെ അകത്തും പുറത്തുമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും അത്രത്തോളമാണ് ഇത് സമീപവാസികൾക്ക് ശല്യമുണ്ടാക്കുന്നത്. ദുർഗന്ധമായാലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഈ നായ്ക്കളുടെ കുരയായാലും ഒരു വിധത്തിലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ സമീപവാസികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോർപ്പറേഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, പരാതി കൊടുത്തത് മാത്രമല്ല മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഈ വാർത്ത വലിയ തോതിൽ പുറത്തു വരുന്നത്. അത് തന്നെ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. മേയർ VV രാജേഷും മാതൃഭൂമി ന്യൂസിലൂടെ ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി അല്ലെങ്കിൽ ഒരു പരിഹാരം എടുക്കണമെന്ന് പറയുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പേട്ടയിലുള്ള ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ആദ്യം മാറ്റാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ സ്ഥലപരിമിതി മൂലം അവിടേക്ക് മാറ്റാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം അന്ന് ഈ നടപടിയിൽ നിന്നും ഒന്ന് പിന്നോട്ട് പോയെങ്കിലും ഇപ്പോഴത്തെ ഇതിനൊരു പരിഹാരമാവുകയാണ്. ഇവിടെ നിന്നും ആദ്യം ABC സെൻറ്ററിലേക്കാണ് മാറ്റുന്നത്. 70ഓളം നായ്ക്കളുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് കോർപ്പറേഷൻ്റെ നായ്ക്കളെ കയറ്റിക്കൊണ്ടു പോകുന്നതിനായി എത്തിയ വാഹനമാണ്. ഇത് 2ാമത്തെ വാഹനമാണ്. ഈ നായ്ക്കൾ വീടിനകത്തും പുറത്തുമായിട്ട് നിറയെ ഉണ്ട്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള മെറ്റിൽഡയുടെ വീടാണിത്. ഇവരുടെ വീട്ടിലാണ് ഇത്രത്തോളം നായ്ക്കൾ ഉണ്ടായിരുന്നത്. തെരുവ് നായ്ക്കൾ തന്നെയാണ്. അതിനെ ഇവർ എടുത്തു വളർത്തുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കൗൺസിലറും മേയറും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടറും വെറ്ററിനറി ഡോക്ടറും അടക്കം ഉള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ നായ്ക്കളെ ഇവിടെ നിന്നും മാറ്റുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ സമീപവാസികളുടെ ഈ തുടക്കത്തിലൊക്കെ ഇത്രയധികം നായകളെ കൊണ്ടുവരുമ്പോൾ ഈ പരിസരവാസികൾ, നാട്ടുകാർ ഇവരൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നടപടികളിലേക്ക് കടന്ന ശേഷം അവർ പൂർണ്ണമായും ഈ നടപടികളോട്, നഗരസഭയുടെ നടപടികളോട് സഹകരിക്കുന്നുണ്ടോ? നിലവിൽ അവർ നഗരസഭയുടെ നടപടികളോട് സഹകരിക്കുകയാണ്. 2024 ഈ സ്ത്രീ ഇത്തരത്തിൽ നായ്ക്കളെ വളർത്തുന്നതിനെതിരെ സമീപവാസി ആദ്യം പരാതി നൽകുന്നത്. നമുക്കറിയാം ഇത് പരാതി നൽകിയിരുന്നത് സമീപവാസിയായിട്ടുള്ള രമ്യയാണ്. രമ്യ ഒരു 3 വർഷം മുൻപാണ് ഇവിടെ താമസത്തിന് വരുന്നത്. അന്ന് ഈ വീട്ടിൽ 2 നായ്ക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതൊരു 15 നായ്ക്കൾ കടന്നു കഴിഞ്ഞപ്പോഴാണല്ലേ ആദ്യമായി പരാതിയുമായി ചെല്ലുന്നത്. പിന്നീട് 2024 കോർപ്പറേഷന് പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷ് മേയർ നേരിട്ട് തന്നെ ഇടപെട്ട് എത്രയും വേഗത്തിലൊരു പരിഹാരം കാണുകയാണ്. സമാധാനമായി, വളരെയധികം സമാധാനം, സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ഒരു 2 വർഷത്തോളമുള്ള എൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ ഇന്നൊരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. 2 വർഷം കൊണ്ട് എനിക്കിവിടെ താമസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ദുർഗന്ധവും പട്ടികളുടെ നിരന്തരമായ കുരയും വീട്ടിൻ്റെ വെളിയിലേക്ക് വരാൻ കഴിയാണ്ട് വീട്ടിൽ നിന്ന ദിവസങ്ങളുണ്ട്. വളരെയധികം സന്തോഷം. ഒരുപാട് നന്ദിയുണ്ട് മാതൃഭൂമിക്കും മേയറിനും കൗൺസിലറിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞതുപോലെ ഒരു വലിയ ആശ്വാസമാവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ പരിഹാരമാവുകയാണ്. നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം തെരുവുനായ പ്രശ്നവും മാലിന്യ പ്രശ്നവുമാണ് ഏറ്റവും രൂക്ഷമായിട്ട് നിൽക്കുന്നത്. അത്തരം ഒരു സ്ഥലത്ത് ഇതുപോലെ 70 നായ്ക്കളോളം ഒരു വീട്ടിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്ന് തന്നെ പറയാം പ്രജീഷ്. കാരണം യാതൊരു വിധത്തിലുള്ള ക്ലീനിങ്ങോ അതായത് പ്രോപ്പർ വാക്സിനേഷനോ അങ്ങനെ ഒന്നും നൽകാതെ അതിഭീകരമായിട്ടുള്ള ദുർഗന്ധമാണ്. ഇതിന് ചുറ്റുവട്ടത്ത് കൂടെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഇതിനെ വൃത്തിയായി സൂക്ഷിക്കുകയോ ഒന്നും ചെയ്യാത്തത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം ഇതിനൊരു ശേഷം നഗരസഭയുടെ ഭാഗത്തുനിന്നും
നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെയാണോ മുന്നോട്ട് നീങ്ങുന്നത്? നോട്ടീസ് നൽകുന്നു, ഇവർ ലൈസൻസ് അടക്കം തേടുന്നു. ലൈസൻസ് ഉണ്ടോ? ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്രയധികം നായ്ക്കളെ വളർത്താനുള്ള ലൈസൻസ് ഉണ്ടോ? പിന്നീട് ഇവരോട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് മൊഴിയടക്കം നഗരസഭാ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ തന്നെ തേടിയതിനു ശേഷമാണോ കടുത്ത നടപടിയിലേക്ക് പിന്നീട് പോകുന്നത്? അതെ പ്രജീഷ്, കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദിവസത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ലൈസൻസും ഇതിനില്ല. ഇവർ തെരുവ് നായ്ക്കളെ എടുത്തു വളർത്തുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 എണ്ണത്തിൽ തുടങ്ങി പിന്നീട് ഇതിനെ വന്ധ്യീകരണം ഒന്നും നടത്താതിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണം പെരുകുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ കണ്ടാൽ അക്രമകാരികളെന്ന് തോന്നുന്ന വിധത്തിൽ, അതായത് നാട്ടുകാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പോലും ഭയക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ കുരയൊക്കെ. ഈ സമീപവാസി തന്നെ പറയുന്നുണ്ടായിരുന്നു, പലതവണ മതിൽ ചാടി പുറത്തേക്ക് വന്നു. ഒരിക്കൽ 100-ൽ വിളിച്ചിട്ട് സ്വന്തം വീട്ടിൽ കയറേണ്ട അവസ്ഥ വരെ, ആ ഒരു സാഹചര്യത്തിൽ വരെ ഇവിടെ എത്തി നിന്നിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ആദ്യം സംയമനത്തോടു കൂടി തന്നെ, വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇവരോട് ഇത് തങ്ങൾക്കൊരു പ്രശ്നമാണ്, പരിഹരിക്കണം, അല്ലെങ്കിൽ ഇതിനെ പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ സഹകരിക്കാം, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ മെറ്റിൽഡ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും വിവരങ്ങൾ നൽകിയത്. മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്തയ്ക്ക് പിന്നാലെ നടപടി വരികയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും. 40-ലേറെ നായ്ക്കളെയാണ് കിഴക്കൂട്ടം ചേങ്കോട്ടുകോണത്തെ പോലീസ് ഉദ്യോഗസ്ഥ വീട്ടിൽ വളർത്തിയത്. പരിസരവാസികൾക്ക് വലിയ തോതിൽ ശല്യമായി മാറുകയും വലിയ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന, ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയ സമയത്ത് ഒരിടപെടൽ മാതൃഭൂമി ന്യൂസിന്റെ ഭാഗത്തു നിന്ന് വാർത്തയായി നൽകി. പിന്നീട് കൃത്യമായ രീതിയിൽ ഈ സംഭവത്തിൽ നഗരസഭ മേയർ വി രാജേഷ് ഉറപ്പ് നൽകിയിരുന്നു, ഷെൽട്ടറിലേക്ക് ഉടൻ തന്നെ നായ്ക്കളെ മാറ്റുമെന്ന്. ആ നടപടിയാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടത്.